ആദ്യം തന്നെ ദീപാവലി ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ദീപാവലി. അപ്പോൾ നിങ്ങൾക്ക് ദീപാവലിയായിട്ട് ഒരു സൂപ്പർ ലഡു റെസിപ്പി പറഞ്ഞു തരട്ടെ. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പയറിൻ്റെ മണം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കറുവാപ്പട്ടയോ അതല്ലെങ്കിൽ ഏലക്കയോ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലവണ്ണം ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത പയർ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ സെയിം പാനിൽ തന്നെ നമ്മൾ നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കാഷ്നട്ടും ബദാമും വാൾനട്ട്സൊക്കെയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് നട്ട്സ് ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ആദ്യം വറുത്തെടുത്ത പയർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ആദ്യം തന്നെ ഒരുപാടിട്ട് പൊടിക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വറുത്തെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെങ്കിൽ ഒരുപാട് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്ത പൊടികളൊക്കെ ഒരു പാനിലേക്ക് മാറ്റാം. എന്നിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നെയ്യ് ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ട് ലഡുവിൻ്റെ ഷേപ്പ് ആക്കുന്നതാണ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ലഡു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഹെൽത്തിയും ടേസ്റ്റിയും കൂടിയാണ്. എന്നാൽ ഒന്നും കൂടി ഹാപ്പി ദീപാവലി. എന്നാൽ ഓക്കെ, ബൈ.